കത്തോലിക്കാ തിരുസഭ ഇന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. സഭാപിതാക്കന്മാരൊക്കെ അവരുടെ പ്രബോധനങ്ങളിലൂടെ നാം എല്ലാവരും ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചവരാണ്. അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോഴും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിലും സമാനമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവയൊക്കെ ഓർത്ത് നന്ദി പറയുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനുമുള്ള കൃപ നമുക്കുണ്ടാവണമേ എന്ന് തരണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കാം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സഭാപിതാവ്. ഈശോ ഒരിക്കൽ ഒരു ശിശുവിനെ വിളിച്ച് ആരാണ് തങ്ങളിൽ വലിയവരെന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന അപ്പസ്തലന്മാരുടെ മധ്യ നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ വിനീതരാകുന്നവരത്രേ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഈ ശിശുവാണ് AD 69 എവോരിയോസിൻ്റെ മരണത്തിന് ശേഷം അന്ത്യോക്യയിൽ മെത്രാനായത് എന്നൊരു ചരിത്രമുണ്ട്. ഇഗ്നേഷ്യസ് തൻ്റെ അജഗണത്തെ വളരെ താല്പര്യത്തോടെ ഭരിച്ചു പോന്നു. അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിശുനും കൂടി ആയതിനാൽ സിറിയയിലെ മെത്രാന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞ ശേഷം മാത്രമാണ് സമസ്തവും ചെയ്തിരുന്നത്. സാർവത്രിക സഭയെ വിശേഷിപ്പിക്കുന്നതിന് കത്തോലികം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. സ്മിർനായിലെ വിശ്വാസികൾക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതി: വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. എന്തെന്നാൽ അത് നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. AD 105 ട്രാജൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചു. അദ്ദേഹം പാർത്തിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബിഷപ്പ് ഇരണീയസിനെ വിളിച്ചു ചോദിച്ചു, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിൻ്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാച് താങ്കളാണോ? ഞാൻ പിശാചല്ല, ദൈവദാസന്മാരെ കാണുമ്പോൾ പിശാച് ഓടുന്നു. ഞാൻ ഈശോയുടെ പുരോഹിതനാണ്. എനിക്ക് ജൂപ്പിറ്ററിൻ്റെ പിശാച് ആകേണ്ട. ട്രാജൻ ഉടനെ കൽപ്പിച്ചു, ഇയാളെ റോമയിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണവുമായി നൽകുക. അദ്ദേഹം പ്രതിവചിച്ചു, കർത്താവെ, അങ്ങയിലുള്ള വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവൻ ബലി ചെയ്ത് അങ്ങയോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതിന് നന്ദി പറയുന്നു. ഉടനടി ചങ്ങലയിട്ട് പൂട്ടാൻ അദ്ദേഹം കൈനീട്ടിക്കൊടുത്തു. മാർഗമധ്യേ മെത്രാന്മാരും വൈദികരും അൽമായരും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ചെന്നു. സ്മിർനായിൽ വെച്ച് അദ്ദേഹം പോളികാർപ്പിനെ ആശ്ലേഷിച്ചു. അവിടെ നിന്ന് എഫെസ്യർക്ക് എഴുതി, ഞാൻ എൻ്റെ കൈവിലങ്ങുകൾ ക്രിസ്തുവിനെപ്പറ്റി വഹിക്കുന്നു. അതിന് യാതൊരു നിധിയേക്കാളും ഞാൻ വിലമതിക്കുന്നു. അതെനിക്ക് ആത്മീയ പവിഴമാലയാണ്. റോമാക്കാർക്ക് അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ നിർമ്മല പുഷ്പമാകുവാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ചു പൊടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവ തൊടാറില്ല. അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. AD 107 ഡിസംബർ 20 അദ്ദേഹത്തെ സിംഹത്തിന് ഇട്ടുകൊടുത്തു. വലിയ അസ്ഥികളൊഴികെ ബാക്കിയെല്ലാം അവ തിന്നു തീർത്തു. പിറ്റേ ദിവസം ഇഗ്നേഷ്യസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫിലോ, അഗാത്തോപോലൂസ് എന്നീ ഡീക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആധുനിക യുഗത്തിലാകുമ്പോൾ വിശ്വാസം പ്രഘോഷിക്കുവാൻ പ്രതിബന്ധങ്ങളുണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ കൃപ യാചിക്കാം. ജപമാല മാസം ഒരു നന്മയുടെ മാസമാണ്. ദൈവികമായ അനുഭവങ്ങൾ നമ്മിലേക്ക് സ്വീകരിക്കേണ്ട ഒരു മാസം. ജപമണികളിലൂടെ നാം കടന്നു പോകുമ്പോഴൊക്കെ ഈശോയാണ് ധ്യാനിക്കുക. ഈശോയെ നമ്മൾ വാഴ്ത്തുന്നു. ആ വാഴ്ത്തലും ആരാധനയും പ്രാർത്ഥനയും വണക്കവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ഓർമ്മദിനം നമുക്ക് അനുഗ്രഹത്തിന് ദിനമായി മാറ്റാം. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ.